ഒരു ട്രിപ്പ് കൂട്ടാല. പിന്നെ പോകുമ്പം വെള്ളത്തിൽ ചവിട്ടാൻ സൂക്ഷിച്ചു വേണം. വെള്ളം തൊട്ടാൽ അപകടം. നമ്മൾ മുമ്പേ കണ്ടിട്ടുണ്ട്. ഇത് ചെറുത്ത് 4 മീറ്റർ വീതി, 10 മീറ്റർ നീളം. ഇമ്മാതിരി സാരി പണ്ട് നമ്മള് PWD ഓട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. പേടി തോന്നുന്നുണ്ടെങ്കിലേ ഒന്ന് പാടിയാ മതി. ഞാൻ ഏതായാലും ഒരു ശ്ലോകം ചെല്ലാൻ പോവാ. നിങ്ങൾ അറിയില്ലേ താമരശ്ശേരി ചോരം? നമ്മള് താമരശ്ശേരി ചോരന്ന്. ഒരിക്കൽ ആ ചോരം ഇറങ്ങുമ്പോ ഇതിന്റെ ബ്രേക്ക് അങ്ങോട്ട് പോയി. എന്നിട്ട് അപ്പുറപ്പുറം ഭയങ്കരമായ കുയ്യല്ലേ, കുയ്യി ഇറക്കല്ലേ. പണ്ടാരടങ്ങ ഇതുണ്ടോ, പിടിച്ചാലും അമർത്തിയാലും നിക്കണ്. കട്ടിക്ക് മണി വ്യത്യാസത്തിന് സ്റ്റിയറിംഗ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി. ഞമ്മള് ഇഞ്ചിന് തവിട് കൂടി വിട്ടില്ല. ഇൻഷാ പടച്ചോനെ നിങ്ങള് കാത്തോളീന്നൊരൊറ്റ വിളിയാണ്. ഇഞ്ചിൻ എങ്ങനെ പറക്കാണ്. ഏത് നമ്മളെ എയറോപ്ലെയിൻ വിട്ടേക്ക. ഇതെന്താടാ ഇന്ത്യക്കാര് വിട്ട് ഉപഗ്രഹം പോലെ ഒരു അനുസരണ ഇല്ലാതെ നടക്കണത്? അപ്പൊ നിലത്ത് വീഴുന്ന ഉറപ്പായല്ലേ? മുറുക്കെ പിടിച്ചോ. ആരോടാ? എന്നോട് ഞാൻ തന്നെ പറഞ്ഞതാ. നിന്റെ പെടലിക്ക് എന്താ? അല്ല, മുകളിൽ നിറയെ മരങ്ങളല്ല, തലയൊക്കൊള്ളാതിരിക്കാനായിട്ട്. തെങ്ങിന്റെ ഐറ്റല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കരുത്. കുഴി ഒരു ചെറിയ കുഴിയുണ്ട്, പേടിച്ചാ വലിയ കുഴി വന്നാലും ചെയ്യും. മുന്നോട്ട് നോക്കി ഓടിക്കൂ. എന്നെ നോക്കണ്ട, മുന്നോട്ട് നോക്കി ഓടിക്കൂ. വണ്ടി പോകുന്നുണ്ട് മാഷേ. കഷ്ടപ്പെടുത്തണേ. ഗീർ മാറ്റുമ്പോ ക്ലച്ച് ഒന്ന് അമർത്തടോ. അതിന് ക്ലച്ച് എവിടെ? ക്ലച്ച് വേണ തനിക്കിപ്പോ വേണ ക്ലച്ച്. എടോ എടുത്തോട്ട് തിരിക്കാൻ. ഇയാളെ എവിടേക്കാ കൊണ്ടുപോണേ? ഇവനെ വലതുകാലി വെച്ച് വന്ന് കേറിയത് ടൈറ്റാനിക്കിലായിരുന്നു. ഇതുപോലത്തെ വണ്ടി നീ ഓടിച്ചിട്ടുണ്ടോടാ? വാതർന്ന് പറയടാ. ഇതുപോലത്തെ വണ്ടി ഓടിച്ചിട്ടുണ്ടോ എന്ന് കാര്യമായിട്ടാണ് ചോദിക്കുന്നത്. ഇതുപോലത്തെ വണ്ടി ഓടിച്ചിട്ടുണ്ടോന്ന് പറയാ. വള്ളം മറിക്കാൻ വന്നവനാ. വണ്ടി നിർത്താൻ, വണ്ടി നിർത്താൻ. ചവിട്ടിപ്പോ ആക്സിലേറ്ററിലല്ല, ബ്രേക്കില്. ഇനിയൊന്ന് പതിയപ്പോ രക്ഷയില്ല. രാമ 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 രാമ. വാസു രക്ഷിക്കടാ. അനാവശ്യമായിട്ട് സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കരുത്. എന്താ മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുപോവാ? ബ്രേക്ക് ഔട്ട് ചെയ്ത്. ബ്രേക്ക് എവിടെ? ബ്രേക്ക് എവിടെ? ബ്രേക്കിന്റെ ഞാൻ ചവിട്ടിക്കോളാം. എവിടത്തെ പിടിവിടല്ല പണിക്കരെ, പിടിവിട്ടല്ലേ. ഇന്നിനെ എന്നെ പ്രതീക്ഷിക്കണ്ട. ഞാൻ താഴെ പാറക്കുളത്തിലോ ചാണാക്കുഴിയിലോ കാണും. നിനക്കൊല്ലം പറ്റിയോ? ഭാഗ്യം. ബാഹ്യമായിട്ടൊന്നും പറ്റില്ല. അല്ലായിരുന്നെങ്കിൽ ഏതായാലും കുളിച്ചു ഇനി നനഞ്ഞു കയറാം. ഇടയ്ക്ക് ശരീരമൊക്കെ നിളക്കണം, എന്നാലും നമ്മുടെ ഈ ചെറുപ്പം നിലനിൽക്കുള്ളൂ. അതെ, നിങ്ങളോടായതുകൊണ്ട് ഒരു സത്യം പറയാം. പുറത്താരോടെങ്കിലും പറയോ? ഇല്ല. ഈ കുഴമ്പ് തേച്ചുള്ള നീന്തലും കുളിയും ആരോഗ്യത്തിന് വളരെ നല്ലതാ. ഞങ്ങളെ നീന്തി കുളിച്ചിട്ട് കാലം കുറെ ആയി. ഉദ്ദേശത്തെ കളയണ്ട. ഒരു 3-4 മാസമായി കാണും. അതെ, നല്ല മനോഹരമായ വെള്ളം. ഈ വെള്ളത്തിൽ കുളിക്കാനോ? അത് നടക്കുന്ന പ്രശ്നമേ ഇല്ല. നടക്കേ വെള്ളത്തിലാ. അതൊക്കെ ഹടയോഗികള്. ഞാനൊക്കെ സിദ്ധവൈദ്യന്മാരാ. എന്നോട് പോരണി പോരെ? പോരടൂടെ പിന്നിലിരുന്ന് പോരെ? അവൻ നോക്കിക്കണത്. ആളെങ്ങനെ വെള്ളത്തിലിങ്ങനെ പൊങ്ങിക്കിടക്കുന്നേ? ആള് ശുദ്ധ പാവാ, ഉള്ളിലൊന്നുമില്ല. അതാ ഇങ്ങനെ പൊങ്ങിക്കിടക്ക. ഞാൻ പോവൂല. മുന്നോട്ട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നാലും ഞാൻ ആദ്യം കിടക്കുന്നത് കണ്ടില്ലേ? അത് ചോദിച്ചു പാവമിട്ടല്ല. മുതലാളി അവനെ കാണാനില്ല. നിങ്ങൾ നീന്തി കളിക്കാതെ ഒന്ന് ഉത്സാഹിച്ച് പണിയെടുക്കണം. രമണ, ഇതെന്താണ് മത്സ്യകന്യകൻ? ഇവന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ ഇവൻ ചിക്കിലുള്ള വീട്ടിലെ പയ്യനാണെന്ന്? ഇവനെ രക്ഷപ്പെടുത്തിയ പകൽ ഒരു 5 ലക്ഷം രൂപ നമുക്ക് വാങ്ങിച്ചെടുത്തൂടെ? ആരോട് മേടിക്കും? അവന്റെ ഡാഡിയുടെ കയ്യിന്ന്. തന്നില്ലെങ്കിലോ? കടപ്പുറം ഇളകും, കുത്തിപ്പിടിച്ച് വാങ്ങും. എഴുന്നേറ്റ് പോയിക്കോളാം. ഈ തലയുടെ മറിവിപ്പൊന്ന് മാറ്റ്.